ഗൈസ് അങ്ങനെ പൂട്ടി വെച്ച് നമ്മൾ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് തൊട്ട് ഓപ്പൺ ആക്കാൻ പോവാണ്. ഇവിടെ ഇന്ന് അച്ചു വീട്ടിൽ വന്നപ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ തന്നതാണ്. സത്യം പറഞ്ഞാൽ അച്ചുവാണ് ഈ വീഡിയോ ഞാൻ എടുക്കാനുള്ള കാരണം. ഈ ചുമ കൗണ്ട് കൊടുക്കുക ഇങ്ങനെയുള്ള കുറേ പരിപാടിയിലായിരുന്നു ഞങ്ങൾ 3-4 ദിവസം. ഇന്നും ഇതുവരെ എൻ്റെ സൗണ്ട് ശരിയായിട്ടില്ല. ഇന്നും ഹോസ്പിറ്റലിൽ പോയതേ ഉള്ളൂ. അകപ്പാടൊരു വല്ലാത്ത ദിവസമായിരുന്നു ഗൈസ്. അങ്ങനെ ഈ ഹെൻസോ ആണെങ്കിൽ ഹൈബ്രോ ആണെങ്കിൽ വായിൽ വെച്ച് കടിച്ച് അത് പല്ലിലാണ് ബ്ലാക്ക് കളറായിട്ട് ഇരിക്കുന്നത്. പിന്നെ അതുവഴി കണ്ണാടി അങ്ങ് തറയിലിട്ട് അച്ചു ഞാനിത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇന്ന് അച്ചു വന്നാൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പോകാനാണ്. പിന്നെ അവൾ 5 കടയിലോട്ട് എന്തോ ആവശ്യത്തിന് പോയിട്ട് വന്നപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഐസ്ക്രീം തിന്നണമെന്നുണ്ട്, പക്ഷേ പനിയല്ലേ ഗൈസ്. ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വന്നതേ ഉള്ളൂ. എന്നാലും അറ്റത്തൊരു ബൈറ്റ് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇനി രാത്രി അറിയാം എന്തോ ആവുമെന്ന്. 3-4 ദിവസമായിട്ട് നല്ല വാശിയൊക്കെ ആയത്, കാരണം അവൾക്ക് ഒട്ടും വയ്യായിരുന്നു. ഇന്ന് 2 ദിവസം കൊണ്ടാണ് അവൾ നോക്കിയായത്. അപ്പം ഇന്ന് അച്ചുവിൻ്റെ കയ്യിലായിരുന്നു അവൾ ഫുൾ ടൈം. പിന്നെ അപ്പോഴത്തേക്കും ഞാൻ ഏത്തക്കാപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചായ ഇട്ടു. ഇത് പോകണമെന്ന പ്ലാനിലാണ് വന്നത്, പക്ഷേ എന്തായാലും ആ പ്ലാനങ്ങ് മാറ്റിയിരിക്കുന്നു. പിന്നെ വൈകിട്ടപ്പം ആയപ്പോഴത്തേക്ക് നമ്മുടെ കിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം അവളുമാർ 2 പേരും ഇവിടെ സ്റ്റേ ആണ് ഗൈസ്. അതുകൊണ്ട് എനിക്ക് വളരെ ഒരു ഉപകാരമാണത്. കാരണം ഒറ്റയ്ക്കിരുന്ന് ഞാൻ മടുത്തൊരവസ്ഥ. പിന്നെ 3-4 ദിവസം ഹോസ്പിറ്റലും കേസും ഏത്തക്കാപ്പം ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ ഹെൻസും അച്ചുവും കൂടെ ആണെങ്കിൽ വെളിയിലൊക്കെ അവളെ കൊണ്ടു കിടക്കാണ്. ഞാനങ്ങനെ അവളെ വെളിയിലൊന്നും കൊണ്ടു കിടക്കാറില്ല, കാരണം എനിക്ക് ഭയങ്കര മടിയാണ് ഗൈസ്. ഞാൻ വീട്ടിൻ്റെ വെളിയിൽ അങ്ങനെ ഇറങ്ങത്തില്ല. പിന്നെ നമ്മുടെ വീടിനോട് ചേർന്നാണ് നമ്മുടെ ഈ ഒരു കുളം ഉള്ളത്. ഇന്ന് 2-3 ദിവസം കൊണ്ട് ഇവിടെ കുളിക്കാനൊക്കെ ആൾ വരുന്നതാണ്, പക്ഷേ വെള്ളം വൃത്തിയില്ല. പക്ഷേ പറഞ്ഞാലും ആ പിള്ളേരൊക്കെ അങ്ങ് ഇറങ്ങും. പിന്നെ ഞങ്ങൾ ചായയൊക്കെ ഇട്ട് പഴംപൊഴിയൊക്കെ കഴിച്ചു. എൻസോയിന് 2-3 ഭാഗം കൊടുത്തായിരുന്നു. കുറച്ചൊക്കെ അവൾ കഴിച്ച്. സൗണ്ട് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല ഗൈസ്, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ടി വി ഒക്കെ ഇട്ട് കുറേ നേരം കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് കിച്ചമ്മന് വരുമെന്ന് വിചാരിച്ച് ഞാൻ ഇത്തിരി അവൾക്ക് കൊടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ തുപ്പി കളയുന്ന ഇത്തിരിയൊക്കെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു, കാരണം 3-4 ദിവസം അവളൊന്നും കഴിക്കില്ലായിരുന്നു. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. അടുത്ത